ഞങ്ങൾ വിസിറ്റ് ചെയ്ത പ്ലേസസിൽ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ചിലത് നിങ്ങളെയും കാണിക്കാം എന്ന് കരുതി. ആ യാത്രയുടെ ആദ്യത്തെ എപ്പിസോഡ് വെനീസ്. കിഴക്കൻ്റെ വെനീസായ ആലപ്പുഴയിൽ നിന്ന് യഥാർത്ഥ വെനീസിലേക്കുള്ള ഞങ്ങളുടെ യാത്ര. ഏകദേശം 5th സെഞ്ച്വറി, അതായത് 400 മുതൽ 500 AD കാലഘട്ടത്തിലാണ് വെനീസ് രൂപപ്പെടുന്നത്. അന്ന് നോർത്തേൺ ഇറ്റലിയിൽ വലിയ ആക്രമണങ്ങൾ നടക്കുകയായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ മെയിൻ ലാൻഡിലുള്ള ആളുകൾ എഡ്രിയാറ്റിക് സീയിലെ ചെറിയ മാഷി ഐലൻഡ്സിലേക്ക് മാറി താമസിച്ചു. ആദ്യം അതൊരു ടെമ്പററി ഷെൽട്ടർ ആയിരുന്നു, പക്ഷേ ആ ഐലൻഡ്സിൽ ജീവിക്കാൻ അവർ പഠിച്ചു. കല്ലും മരവും ഉപയോഗിച്ച് വീടുകൾ പണിതു. വെള്ളത്തിന്മേൽ സ്റ്റേബിളായി നിലനിൽക്കുന്ന രീതിയിൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കി. കാലക്രമേണ ഈ ചെറിയ സെറ്റിൽമെന്റ്സ് ചേർന്ന് ഒരു വലിയ നെറ്റ്വർക്കായി മാറി. അതാണ് വെനീസ്. 9th സെഞ്ച്വറിയോടെ വെനീസ് ഒരു പവർഫുൾ മാരിടൈം സിറ്റിയായി വളർന്നു. അത് മെഡിറ്ററേനിയൻ ട്രേഡ്സിന്റെ ഒരു പ്രധാന ഹബ്ബായി മാറി. സിൽക്ക്, സ്പൈസസ്, ഗ്ലാസ് എന്നിവയുടെ ട്രേഡ് വഴി വെനീസ് യൂറോപ്പിലെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിൽ ഒന്നായി മാറി. സത്യത്തിൽ വെനീസിലേക്ക് കാലെടുത്ത് വെച്ച നിമിഷം തന്നെ മറ്റേതോ ലോകത്ത് എത്തിയതുപോലെ തോന്നി. കാരണം നമ്മൾ പരിചയപ്പെട്ട നഗരങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് വെനീസ്. വെനീസ് ആദ്യമായി കണ്ടപ്പോൾ തന്നെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഇവിടുത്തെ റോഡുകളേക്കാൾ കൂടുതലുള്ള വെള്ളമാണ്. തിരക്കോ ഹോണുകളോ വാഹനങ്ങളുടെ ശബ്ദങ്ങളോ ഇല്ല, കാറുകളില്ല, ട്രാഫിക് ഇല്ല, പകരം ബോട്ടുകളും ഗൊണ്ടോളകളും. ജീവിതം തന്നെ വെള്ളത്തിലൂടെ ഒഴുകുന്ന ഒരു നഗരം. വെനീസ് വിസിറ്റ് ചെയ്യുമ്പോൾ ഗൊണ്ടോള റൈഡ് ഒരു മസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. വെനീസിന്റെ ട്രൂ ഫീൽ അറിയാനുള്ള ബെസ്റ്റ് വേ ആണത്. പിന്നെ കുറെ സിനിമാറ്റിക്കായി ഫോട്ടോസും എടുക്കാം. ഒരുപാട് ബോളിവുഡ് മൂവീസ് ഒക്കെ ഷൂട്ട് ചെയ്തേക്കുന്ന സ്ഥലമാണിത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രവും അതിമനോഹരമായ ആർക്കിടെക്ചറും ഒരു പ്രത്യേക റൊമാൻറ്റിക് വൈബും ചേർന്നാണ് വെനീസ്. അതുകൊണ്ടാവാം ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് വന്നാലും എല്ലാവർക്കും ഈ നഗരം മനസ്സിൽ ഒരു സ്ഥാനം നേടുന്നത്. ഇന്നത്തെ വെനീസിൽ നമ്മൾ ആക്ച്വലി കാണുന്നത് അതിന്റെ ഓൾഡ് ഗ്രാൻഡ്യൂറിന്റെ ഒരു റെമനന്റ് മാത്രമാണ്. ഹിസ്റ്ററി, ആർക്കിടെക്ചർ, കനാൽസ്, കൾച്ചർ എല്ലാം ചേർന്നൊരു ലിവിങ് മ്യൂസിയം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇടുങ്ങിയ വഴികളിലൂടെയും കനാൽസിലൂടെയൊക്കെ പോകുമ്പോൾ ഓരോ കോണും ഒരു പോസ്റ്റ് കാർഡ് പോലെ തോന്നും. പൂക്കൾ നിറഞ്ഞ ജനാലകൾ, പഴയ കെട്ടിടങ്ങൾ, ഇടയ്ക്കിടെ കേൾക്കുന്ന സംഗീതം, ക്യാമറ താഴെ വെക്കാൻ പോലും തോന്നാത്തൊരു ഭംഗി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. വെനീസിന്റെ മുഖമുദ്രകളിൽ ഏറ്റവും രഹസ്യമേറിയത് ഈ വെനീഷ്യൻ മാസ്കുകളാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാർണിവൽ ആഘോഷങ്ങളിൽ ആളുകളുടെ വ്യക്തിത്വം മറച്ച് എല്ലാവരെയും ഒരുപോലെ കാണാൻ സഹായിച്ചിരുന്ന ഈ മുഖാവരണങ്ങൾ ഇന്ന് വെനീസിന്റെ കലയും ചരിത്രവും പറയുന്ന മനോഹരമായ ഓർമ്മകളാണ്. വെനീസിന്റെ ഹൃദയത്തിൽ ചരിത്രവും കലയും വിശ്വാസവും ഒരുമിച്ച് ജീവിക്കുന്ന 2 അത്ഭുതങ്ങളാണ് സെന്റ് മാർക്ക് ബസിലിക്കയും ചർച്ച് ഓഫ് സെന്റ് സാക്രിയയും. 11ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട സെന്റ് മാർക്ക് ബസിലിക്ക സ്വർണം പോലെ തിളങ്ങുന്ന മൊസൈക്കും ഗംഭീരമായ ഡോംസും കൊണ്ട് വെനീസിന്റെ ആത്മാവിനെ പ്രതിനിധീകരിക്കുന്നു. സെയിന്റ് മാർക്കിന്റെ റിമെയിൻസ് ഇവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് വിശ്വാസം. അതിന്റെ അടുത്തായി ശാന്തമായി നിൽക്കുന്നതാണ് ചർച്ച് ഓഫ് സെന്റ് സാക്രിയ. ഗോത്തിക്കും റിനൈൻ സ്റ്റൈലും ചേർന്ന ചരിത്രപ്രധാനമായ പള്ളിയിൽ പ്രസിദ്ധമായ പെയിന്റിങ്സും വെള്ളത്തിൽ മുങ്ങുന്ന ക്രിപ്റ്റും പഴയ വെനീഷ്യൻ ഡോജസിന്റെ സമാധികളുമുണ്ട്. ഒരു ഭാഗത്ത് ഗാംഭീര്യതയും മറുഭാഗത്ത് ശാന്തതയും. ഈ 2 പള്ളികളും ചേരുമ്പോൾ വെനീസിന്റെ 1000ഓളം വർഷങ്ങൾ പഴക്കമുള്ള കഥകൾ ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നും. വെനീസിന്റെ ഓരോ കനാൽസും ഓരോ വഴികളും ഓരോ കഥയാണെങ്കിൽ ഈ 2 പള്ളികളും അതിന്റെ മനോഹരമായ അധ്യായങ്ങളാണ്. എന്റെ ബ്യൂട്ടിഫുൾ പ്ലേസസ് അറൌണ്ട് ദ വേൾഡ് സീരീസിന്റെ തുടക്കം വെനീസിൽ നിന്നാണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് അറിയാൻ കൂടെ ഉണ്ടാകണം. കാരണം ലോകം ഇനിയും ഒരുപാട് കഥകൾ ബാക്കി വെച്ചിട്ടുണ്ട്.